ഇത് മാമ്പഴ പുളിശ്ശേരി വെക്കാം. നല്ല മാങ്ങയുടെ ഞെടുപ്പിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ താപ്പോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി ഇനി പോരും എന്നിങ്ങനെ. ശർക്കര ഇട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം. ഇത്രയും ഒരു ശർക്കര പോഷൻ എടുത്തിട്ടുണ്ട്. അത് പൊടിച്ച് നമുക്ക് അരിച്ചെടുക്കണം ഉരുക്കി. മാങ്ങ നമുക്ക് അടുപ്പിൽ വെക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞിടണം. ഈ ഉപ്പ് വേണം, ചെറുതായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട്, ഇച്ചിരി ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്തോട്ട് ഒഴിക്കണം. അരിച്ചൊഴിച്ചു. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യോട് ഒഴിച്ച്, ഇത്രയും വേണ്ട. ശർക്കരയും നെയ്യും മാങ്ങ കിടന്ന് നല്ലപോലെ വേവണം. നമുക്ക് അടച്ചു വെക്കാം. 2 കറിവേപ്പില കൂടെ. മാങ്ങ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടെ തിളക്കണം, എന്നാലും അത് വേഗത്തുള്ളൂ. മാങ്ങയും നെയ്യും ശർക്കരയും കൂടെ. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടി ഇട്ടു. അപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അരയ്ക്കാനുള്ളത് തേങ്ങായും 2 വെളുത്തുള്ളി, സ്വല്പം ജീരകം, സ്വല്പം മഞ്ഞൾ, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തോട്ട് അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് എത്ര കാര്യങ്ങൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചേർക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ഒക്കെ ഉണ്ടോ? ഇപ്പം നമ്മൾ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ 2 സ്പൂണ് തൈര് ഒഴിക്കണം. പിന്നെ തീ ഇടണ്ട, തീ ഓഫ് ചെയ്തേക്ക്. 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കടുക് താളിച്ചൊഴിക്കാം. നമുക്ക് കടുക് വറക്കാം. കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. നമുക്ക് വരുമ്പോൾ ഇച്ചിരി ഉലുവാപ്പൊടി, ഓക്കെ. വളരെ ഇളക്കരുത്, മൂടി വെക്കണം. അതിനകത്തെ ആ മണമൊക്കെ അതിനകത്ത് പിടിക്കാൻ, കടുകിൻ്റെയൊക്കെ. ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഇത്രയും കൊഴുപ്പ് വേണം കറിക്ക്. നമ്മുടെ വീഡിയോ പിടിക്കുന്ന ആൾക്ക് തന്നെ നമുക്ക് കൊടുത്തു നോക്കാം. സൂപ്പറാണോ? നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനും മാമ്പഴ പുളിശ്ശേരി. പയർ നമ്മുടെ ഇവിടെ പിടിച്ചത് തന്നെ. പയറും ക്യാരറ്റൂടെ തോരന്, മീൻ, കോവയ്ക്കായ നമുക്കിവിടെ മുറ്റത്തുണ്ടായത്. കോവയ്ക്കായ ഇത്രയും കൂട്ടി നമുക്ക് ചോറുണ്ണാം.